ചിന്തിക്കുക, ഐ എം ദാറ്റ്, അഹം ബ്രഹ്മാസ്മി. എന്നിലിരിക്കുന്ന ആ ആത്മചൈതന്യം, അതാണ് ബ്രഹ്മം, എന്നും നിറഞ്ഞിരിക്കുന്നു. അതാണ് നിരന്തര വിചാരം ചെയ്യേണ്ടത്. എപ്പോഴും 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 ഭാവം ചെയ്യും, എപ്പോഴും ഭാവന ചെയ്യണം. ശിവോഹം ശിവോഹം ശിവോഹം. വേറെ എല്ലാം നശ്വരമാണ്. നിങ്ങൾ എന്തിനെയെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാലും പിരിഞ്ഞു പോകേണ്ട സമയമാകുമ്പോൾ ഒന്നും നിങ്ങളുടെ കൂടെ കാണില്ല. ഈ അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ് എങ്ങോട്ടും പോകുന്നില്ല. മരണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ മാറ്റുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെ മാറ്റുന്നു. എന്താ മരണമില്ലാത്ത അവസ്ഥ? ഞാൻ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുന്നു. ഞാൻ ആരാണ്? ഈ നാമരൂപധാരിയായ ഞാനല്ല. എന്നിലെ ഞാൻ ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമി സച്ചിദാനന്ദ സ്വരൂപം സർവേശ്വര ചൈതന്യം. ആ ഭാവം, ആ ഭാവന നിങ്ങൾ ഓരോരുത്തരും സദാ നിലനിർത്തുമെങ്കിൽ, ആ നിലയിൽ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ പ്രജ്ഞ ഉറച്ചിരിക്കുമെങ്കിൽ, ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട സന്ദർഭമാകുമ്പോൾ, ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ട സമയമാകുമ്പോൾ ഈ ശരീരം കൊഴിഞ്ഞു പോകും. തരിസോ നിങ്ങൾ കൊഴിഞ്ഞു പോകുന്നില്ല. നിങ്ങൾ അതിനു മുൻപ് തന്നെ എന്തായിട്ട് മാറി? ഈ ശരീരത്തിൽ ഏതൊന്നാണോ സത്യമായിട്ടുള്ളത് അതുമായിട്ട് നിങ്ങൾ നിങ്ങളെ യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് യോഗ. ആ യോഗനില എന്താ? യോഗനില ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ അറിവ് നിലയുമായിട്ട് സദാ യോജിച്ചിരിക്കുന്ന നില, ദാറ്റ് ഈസ് യോഗ. തലകുത്തിക്കുന്നൊന്നുമല്ല യോഗ, എക്സസൈസ് ചെയ്യുന്നൊന്നുമല്ല. അതൊക്കെ ശാരീരികമായ എക്സസൈസുകൾ, അതൊന്നുമല്ല യോഗ. ദിസ് ഈസ് യോഗ. ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. ഈ ജീവചൈതന്യം, എന്നിലെ ജീവചൈതന്യം തന്നെയാണ് ആ പരമാത്മ ചൈതന്യം, ആ ഈശ്വര ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ബി വിത്ത് എവ്രിതിങ്. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഒളിച്ചോടണ്ട, സന്യാസിയാകണ്ട. നിങ്ങൾ സന്യാസിയാകുന്നു. ഈ അറിവിലേക്ക് നിങ്ങൾ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം, ഉയർത്തണം. അതിന് വേണ്ടത് എന്താണ്? അറിവ്. അത് നിങ്ങൾക്ക് സ്വാധ്യായത്തിലൂടെ ആകാം. സ്വാധ്യായത്തിലൂടെ ആകണമെങ്കിൽ നിങ്ങൾക്ക് പല ജന്മങ്ങൾ വേണ്ടി വരും. ഒരു ജന്മം കൊണ്ടൊന്നും തീരില്ല. ഭാഗവതം മാത്രം നിങ്ങൾക്കൊന്ന് വായിച്ച് പഠിക്കണമെങ്കിൽ എത്ര സമയം വേണം? ഒരു സത്സംഗം കേട്ടാൽ, അതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവം പറയുന്ന ഒരു സത്സംഗം കേട്ടാൽ, ഇതുപോലെയുള്ള സത്സംഗം ആരിൽ നിന്ന് കേട്ടാലും മതി. ഈ സ്വാമിയിൽ നിന്ന് തന്നെ കേൾക്കണമെന്നില്ല. അദ്വൈതാനുഭൂതി, അപരോക്ഷാനുഭൂതി സ്വാമി എടുത്തിട്ടുണ്ട്. ഇവിടെ ശാസ്താംഗരമാശ്രമത്തിൽ അപരോക്ഷാനുഭൂതി എടുത്തിട്ടുണ്ട്. അതുപോലെ അഷ്ടാവക്ര ഗീത എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അദ്വൈതാനുഭൂതി. നിങ്ങളെല്ലാം പൂർവ്വജന്മത്തിൽ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ്. അല്ലാതെ ഒന്നും ഇവിടെ വന്നു ചേരാൻ കഴിയുകയില്ല. പൂർവ്വജന്മ വാസന അനുസാരം നിങ്ങളിവിടെ വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു. ഇന്ന് ഇപ്പോൾ ഞാൻ ആരാണ് എന്നുള്ള ആ രമണ മഹർഷിയുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അത് ശ്രദ്ധാപൂർവം വായിച്ച് ഇവിടെ കേൾക്കുന്നതുമായിട്ട് യോജിപ്പിച്ച് സദാ വിചാരം ചെയ്ത് ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് ശിവം, ആ മംഗളസ്വരൂപം. ഈ ശരീരം നശ്വരം, കത്തിച്ചു കളയാനുള്ളത്.
ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അനശ്വര വസ്തു കത്തിച്ചാലും കത്തിപ്പോകത്തില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ എന്ന് ഭഗവത്ഗീത അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഗ്നി ദഹിപ്പിക്കാൻ കഴിയില്ല, ജലത്തിന് ദ്രവിപ്പിക്കാൻ കഴിയില്ല, കാറ്റിന് ശോഷിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ ചൈതന്യ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെത്താൻ. അതാണ് ഞാനും താനും എന്ന വളരെ നിസ്സാരമായിട്ട് വളരെ സിമ്പിൾ 2 വാക്കുകളിലൂടെ നിങ്ങൾക്ക് ഇവിടെ വിചാരം ചെയ്യാൻ തന്നിരിക്കുന്നത്. ഞാൻ, നാമരൂപധാരിയായ ഞാൻ. പക്ഷേ ആ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ യഥാർത്ഥ ഞാൻ, താൻ, തന്നിലെ താൻ. എന്തുകൊണ്ടാണ് ബഹുമാന പുരസ്സരം നമ്മളവരെ നിർത്തിയിരിക്കുകയാണ്. ഈ ശരീരത്തിനകത്ത് സിംഹാസനത്തിൽ ഇരിക്കുകയാണ് തന്നിലെ താൻ. ഞാൻ തന്നെയാണ് താനിൻ്റെ പ്രതിബിംബം, തൻ്റെ പ്രതിബിംബം, തന്നിലെ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതിബിംബം. 52ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ അത് തന്നെയാണ് പറയുന്നത്. തോയാശ്രയേഷു സർവേഷു ഭാനുരേകോ അപ്യനേകവത്. തോയാശ്രയേഷു സർവേഷു, ഈ ഭൂമിയിലുള്ള സർവ്വ ജലാശയങ്ങളെയും ആശ്രയിച്ചിരിക്കുന്ന സൂര്യൻ ഒന്നാണെങ്കിലും പല ജലാശയങ്ങളിലും അത് അനേകമായിട്ട് കാണപ്പെടും. നിങ്ങളുടെ വീട്ടിലെ കുളത്തിൽ നോക്കിയാലും സൂര്യനെ കാണാം. നിങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് വച്ചിരിക്കുന്ന കലത്തിലെ വെള്ളത്തിൽ നോക്കിയാലും നിങ്ങൾക്ക് സൂര്യനെ കാണാം. തൊട്ടിയിൽ നോക്കിയാലും നിങ്ങൾക്ക് സൂര്യനെ കാണാം. നദിയിലെ ജലത്തിൽ നോക്കിയാലും സൂര്യനെ കാണാം. അപ്പോൾ ഭാനുരേക അപി, സൂര്യൻ ഏകമാണെങ്കിലും ഈ ഭൂമിയിലുള്ള സർവ്വ ജലാശയങ്ങളിലും അത് പ്രതിബിംബിച്ചു കാണുന്നു. അതുപോലെ സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകനായ ആ ദിവ്യ സ്വരൂപം, ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, ആ പരമാത്മ സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സർവേശ്വര ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളിലെ അന്ധക്കരണത്തിൽ പ്രതിബിംബിക്കുന്നു. ഓരോരുത്തരുടെയും അന്ധക്കരണത്തിൽ പ്രത്യേകമായിട്ട് പ്രതിബിംബിക്കുന്നു. ഏകനായ സൂര്യൻ സർവ്വ ജലാശയങ്ങളിലും ഏതു പ്രകാരമാണോ പ്രതിബിംബിക്കുന്നത്, അതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും നായരുടെയും ഈഴവൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ഉള്ളിലെ അന്ധകരണത്തിൽ, ബുദ്ധിയിൽ അത് പ്രതിബിംബിക്കുന്നു. അതാണ് ഓരോരുത്തരുടെയും ഞാൻ. ആ ഞാനല്ല യഥാർത്ഥ ഞാൻ. ആ ഞാൻ ഏതു പ്രകാരമാണ്? കുളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ്റെ പ്രതിബിംബം പോലെ. പ്രതിബിംബം നിങ്ങളുടെ അന്ധകരണത്തിൽ പ്രതിബിംബിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രതിബിംബം മാത്രമാണ് നിങ്ങളിലെ ഞാൻ. അതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാവത്തിൽ നിന്നാണ് ഇവിടെ ആരും വ്യതിചലിക്കുന്നില്ല. മരണം വരെയും ആ ഭാവത്തിൽ തന്നെ നാം ജീവിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ആരും തയ്യാറല്ല. അത്രമാത്രം വാസനാബദ്ധരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് കേൾക്കുന്ന അവസരത്തിൽ എത്രമാത്രം കേട്ടാലും അനുഭവമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഉയരാൻ സാധിക്കുകയില്ല. ഒരിടത്ത് ഒരു കുരുടൻ ഉണ്ടായിരുന്നു. ആ കുരുടൻ 5 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ 5 സുഹൃത്തുക്കൾ പണ്ഡിതന്മാരാണ്. അവർ ഈ കുരുടനെ പ്രകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് വളരെയധികം ശ്രമിച്ചു, വളരെയധികം തർക്കിച്ചു. എത്ര തർക്കിച്ചാലും ഈ കുരുടൻ അവരെല്ലാം പരാജയപ്പെട്ടു. നിങ്ങൾ എന്നെ കുരുടനാണെന്ന് സമർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാത്ത ഒരു വസ്തുവിനെ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രകാശം എന്നുള്ളത് ഇല്ലേ ഇല്ല. ഇതാണ് കുരുടൻ്റെ ആർഗ്യുമെന്റ്. നിങ്ങളുണ്ടെങ്കിൽ തെളിയിച്ചു തരൂ. ഞാൻ തൊട്ടു നോക്കട്ടെ, പ്രകാശത്തെ തൊട്ടു നോക്കട്ടെ. തൊട്ടു നോക്കി അനുഭവിക്കാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ രുചിച്ചു നോക്കാം, പ്രകാശത്തെ രുചിച്ചു നോക്കാം.
പറ്റുമോ? പ്രകാശത്തെ രുചിച്ചു നോക്കാനും കഴിയില്ല. എന്നാൽ പ്രകാശത്തെ മണപ്പിച്ചു നോക്കാം, ഗന്ധത്തിലൂടെ. അതിനും കഴിയില്ല. സ്പർശിച്ചു നോക്കാനും കഴിയില്ല, രുചിച്ചു നോക്കാനും കഴിയില്ല. ശ്രവണത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ ശബ്ദമുണ്ടാക്കി പ്രകാശത്തെ മനസ്സിലാക്കാൻ കഴിയുമോ? അതും കഴിയുകയില്ല. അപ്പോൾ 4 ഇന്ദ്രിയങ്ങളിലൂടെയും ആ പ്രകാശത്തെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് ആ പ്രകാശം ഇല്ലേ ഇല്ല എന്ന് ഇയാൾ സമർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ കുരുടനെയും കൊണ്ട് ബുദ്ധൻ്റെ സമീപത്തെത്തി. വിവരം പറഞ്ഞു. ഇങ്ങനെയാണ് എത്ര പറഞ്ഞിട്ടും ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. പ്രകാശമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, സമർത്ഥിക്കാൻ കഴിയില്ല. ഇയാളുടെ നിഗമനം ഇതാണ്, ഇയാളുടെ തർക്കം ഇതാണ്. ഒന്നുകിൽ തൊട്ട് കാണിക്കും, സ്പർശിച്ചറിയാൻ കഴിയണം, അല്ലെങ്കിൽ രുചിച്ചറിയാൻ കഴിയണം, അല്ലെങ്കിൽ ശ്രമിച്ചറിയാൻ കഴിയണം. ഇതെല്ലാം, ഇതിനുള്ള ഇന്ദ്രിയങ്ങളെല്ലാം എന്നിലുണ്ട്. എന്നിട്ടും അതിനെ അറിയാൻ കഴിയുന്നില്ല എങ്കിൽ ആ പ്രകാശം എന്നൊരു വസ്തു ഇല്ല എന്ന് ഇയാൾ സമർത്ഥിക്കുകയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബുദ്ധനോട് ചോദിച്ചപ്പോൾ ബുദ്ധൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വന്ന സ്ഥലം തെറ്റിപ്പോയി, ഇവിടെയല്ല വരേണ്ടത്. നിങ്ങൾ ഇയാളെയും കൊണ്ട് ഒരു വൈദ്യരുടെ സമീപത്ത് പോകണം. ഇയാളുടെ കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച മറയപ്പെട്ടിരിക്കും. അതിനെ ശുശ്രൂഷിച്ചാൽ ഇയാൾക്ക് വെളിച്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഇയാളോട് എത്രമാത്രം വെളിച്ചത്തെക്കുറിച്ച് വർണ്ണിച്ചാലും ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഇവർ അയാളെ ഒരു വൈദ്യരുടെ സമീപത്തെത്തിച്ചു. വൈദ്യർ പറഞ്ഞു, എന്താ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇയാളെ കൊണ്ടുവരാതിരുന്നത്? ഇയാളുടെ കണ്ണിൽ ഒരു മറവ് മാത്രമേ ഉള്ളൂ. ഇയാൾ അന്ധനല്ല, ഇയാൾ കുരുടനല്ല, ഇയാൾക്ക് കാഴ്ചയുണ്ട്, അത് മറയപ്പെട്ടിരിക്കുന്നു. ആ മറപ്പ് മാറാനായിട്ട് നമുക്ക് ഈ നമ്മൾ ഓപ്പറേഷൻ തിമിരം ചെയ്യുന്നില്ല, അതുപോലെ ഇവിടെ പ്രഭാഷണം നടക്കുന്നത് കൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. ഞാനൊരു അരക്കുരുടനായിട്ടിരിക്കുക. പ്രഭാഷണം തീർന്നിട്ട് വേണം ഒരു കണ്ണ് മറപ്പ് മാറ്റാനായിട്ട്, ഒരു കണ്ണിന് തിമിരം. അപ്പോൾ വൈദ്യർ പറഞ്ഞു, ആ തിമിരം മാറ്റുന്നതിന് 6 മാസത്തെ സമയം വേണം. അന്ന് ഓപ്പറേഷനൊന്നുമില്ല, ഇന്നത്തെ പോലെ ഓപ്പറേഷനൊന്നുമില്ല. അതിന് തക്കവണ്ണമുള്ള മരുന്നുകൾ ചെയ്ത് 6 മാസത്തെ സമയം കൊണ്ട് അത് മാറ്റിയെടുക്കും. ഇന്നങ്ങനല്ല. ഇന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം ശരിയാക്കി എടുക്കുന്നു. എന്നാലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ 1 മാസത്തെ വിശ്രമം ആവശ്യമാണ്. ആയതുകൊണ്ട് ഈ പ്രഭാഷണം തീർന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പേ പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ കുരുടൻ്റെ മുമ്പിൽ എത്ര വർണ്ണിച്ചാലും മനസ്സിലാകുകയില്ല. അതുപോലെ നിങ്ങളോടും എത്ര പറഞ്ഞാലും ഈ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. അത് അനുഭവത്തിലുണ്ടാകണം. നിങ്ങൾ സ്വയം അനുഭവിക്കണം, തിരിച്ചറിയണം. സത്സംഗത്തിലൂടെ നിങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ആ ഉൾക്കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ നിങ്ങളും കുരുടൻ സമാനം. ഉൾക്കണ്ണ് തുറന്നില്ലെങ്കിൽ, ആ ഉൾക്കണ്ണ് തുറന്ന് നിങ്ങളിലുള്ള തന്നിലെ തന്നെ കാണണം. എന്താ പാട്? അതല്ലേ നിങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്? അതല്ലേ, ഞാൻ ഇതല്ല, ഈ നാമരൂപധാരിയല്ല. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യഃ തിഷ്ഠതി സ ആത്മ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് തന്നിലെ താൻ. തന്നിൽ മാത്രമല്ല, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരൻ. സർവ്വ ശരീരങ്ങളും, അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിലും ചൈനയിലെ പ്രസിഡന്റിലും പാകിസ്ഥാനിലെ പ്രസിഡന്റിലും ഒക്കെ കൂടി കടന്നു പോകുന്ന
ആ ഏകമായ ചൈതന്യം എന്നിൽ കൂടെയും കടന്നു പോകുന്നു. ആർക്കെങ്കിലും ആത്മസാക്ഷാത്കാരം വേണമെന്നുണ്ടെങ്കിൽ എന്നിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യത്തെ ഏതൊരാളാണോ പിടിക്കുന്നത് അയാൾക്ക് മാത്രമേ അതിൽ പിടികിട്ടൂ, അയാൾക്ക് മാത്രമേ അതുമായിട്ട് യോജിക്കാനൊക്കൂ. വേറെ ഒരു മാർഗവുമില്ല. വേറൊരു തരത്തിലും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയി ഭജിച്ചാലോ നാമം ചൊല്ലിയാലോ മന്ത്രം ജപിച്ചാലോ ഒന്നും കിട്ടുകയില്ല. അതെല്ലാം ശുദ്ധീകരണ ക്രിയകൾ മാത്രം. ഏതെല്ലാം സാധനങ്ങൾ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നുണ്ടോ അത് മുഴുവനും ഒരു ക്ലീനിങ് പ്രോസസ്. സാക്ഷാത്കാരം വേണമെങ്കിൽ തിരിച്ചറിവ്. ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായി ഉറങ്ങാതെ ഈ ശരീരത്തിൽ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം അവനെ നിങ്ങളെപ്പോഴും കാണും. അതാണ് താൻ എന്നെപ്പോഴും ബോധിച്ച് സദാ നിങ്ങളുടെ ചുണ്ട് ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കണം. എന്താ മന്ത്രം? ശിവോഹം ശിവോഹം ശിവം, മംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. എന്താ പാട്? ഒരു പാടുമില്ലല്ലോ. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒന്നിൽ നിന്നും ഒഴിയാതെ അവൻ മാത്രമാണ്. അവനെ കുറിച്ചാണ് പറയുന്നത് യപശ്യതി സപശ്യതി. ഏതൊരാളാണോ അതിനെ കാണുന്നത് അവനാണ് കാണുന്നത്. ഇല്ലാത്തവനെല്ലാം അന്ധൻ. അതിനെ അറിയാത്തവരുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നു കൊടുത്താലും അന്ധേനൈവ ദീയമാന യഥാ അന്ധ. അന്ധൻ്റെ മുമ്പിലിരിക്കുന്ന അന്ധനെ പോലെയായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം നിങ്ങൾ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും ആ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അറിവിലേക്ക് ഉണർന്നവരായിരിക്കണം ഗുരു. തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് തന്നിൽ താനായിരിക്കുന്നവൻ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ അതിലേക്ക് ഉണർത്താനും ഉയർത്താനും സാധിക്കൂ. അവന് മാത്രമേ നിങ്ങളെ അത് ബോധിപ്പിച്ചു തരാൻ സാധിക്കൂ. ഇവിടെ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും നമ്മൾ അറിയാതിരിക്കും. അതിനെ നിരന്തരമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ച് ഏതൊരാളിലാണോ അതിലേക്ക് ശ്രദ്ധ ഉണരുന്നത്, അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ ശ്രദ്ധ. എന്നാണോ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ഉണർന്ന് സ്വയം അതായിട്ടിരിക്കുന്നത്. ഈ ശരീരത്തിൽ അതായിട്ടിരിക്കണം, ഇതായിട്ടിരിക്കരുത്. നിങ്ങൾ ഈ ശരീരത്തിൽ കുട്ടപ്പനായിട്ടിരിക്കരുത്. യു ആർ നോട്ട് കുട്ടപ്പൻ. പിന്നെ ആരാണ്? യു ആർ നത്തിങ് ബട്ട് ഗോഡ്. അമ്പലത്തിൽ വിഗ്രഹത്തിന്റെ മുമ്പിലല്ല ഈശ്വരൻ ഇരിക്കുന്നത്. അതൊക്കെ ഉപാധികൾ മാത്രമാണ്. തന്നെ അറിയാത്തത് കൊണ്ടുള്ള ആ അവസ്ഥയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ മാത്രമാണ് അമ്പലങ്ങളും വിഗ്രഹങ്ങളുമല്ല. അതൊന്നും തെറ്റല്ല. അതിലൂടെ എല്ലാം നിങ്ങൾ ഉയർന്ന് എത്തേണ്ടത് എവിടെയാണ്? തന്നിലെത്താനും. അതിനു വേണ്ടിയുള്ള ഉപാധികളാണ് അമ്പലങ്ങളും വിഗ്രഹങ്ങളും എല്ലാം, ദേവതകളും എല്ലാം. ആ ഏകമായ ദേവൻ, ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷത സാക്ഷി. ആ സാക്ഷി ചെയ്തു നിങ്ങളുടെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. നിങ്ങൾ ഇതിനു മുൻപ് ഏതെല്ലാം ശരീരങ്ങളിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഏതെല്ലാം ശരീരങ്ങളിൽ നിങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ശരീരത്തിനും സാക്ഷിയായിട്ട് ശാന്തമായിട്ട് ഇരിക്കുന്നു. നിങ്ങൾ കർത്താവായിട്ടിരിക്കുമ്പോഴും ഭോക്താവായിട്ടിരിക്കുമ്പോഴും അതിന് പിന്നിൽ അതിന് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. നിങ്ങളൊരു കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവ്,
ആ കർമ്മത്തിൻ്റെ ഫലം ഭുജിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭോക്താവ്. ആ കർത്താവായിട്ടും ഭോക്താവായിട്ടും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രണ്ടിനെയും കണ്ടുകൊണ്ട് രണ്ടിൻ്റെയും പിന്നിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ ആരാണ് എന്ന പുസ്തകം നിങ്ങൾക്ക് തന്നതിൻ്റെ ഉത്തരം ഇതാണ്. അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ, തന്നിലെ താൻ. ആ നിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉദ്ധരിപ്പിക്കണം, ഉയർത്തണം. മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, വേറൊന്നും അല്ല. വേറെല്ലാം നശ്വരമായ കാര്യങ്ങൾ. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു തിര ഉണ്ടാകുന്നു, ഒടിയുന്നു, മടങ്ങുന്നു, താഴോട്ട് വീഴുന്നു, അടുത്ത തിര ഉയരുന്നു, മടിയുന്നു, വീണ്ടും ഉയരുന്നു, മടിയുന്നു. ഇതെല്ലാം എവിടുന്നാണ് ഉയരുന്നത്? സമുദ്രത്തിൽ. ആ തിരമാലകൾക്ക് പിന്നിൽ ഏതൊരു സാഗരമാണോ ഉള്ളത്, ആ സാഗരത്തെ കാണുന്നത് പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന അവസ്ഥാത്രയത്തിന് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച്, ജാഗ്രത അവസ്ഥയിൽ ബോധിച്ച്, ആ നിലയിലേക്ക് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ഉണർത്തി സ്ഥിരപ്പെടുത്തുന്നത്, അവൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിരപ്പെടണം. അവനെയാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയും. ഇവിടെ നമുക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അതാണ് ബാലകൃഷ്ണൻ നായർ. ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന, സർവ്വകാര്യങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഭാര്യ മക്കളെല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ സദാസമയവും ഇതിൽ തന്നെയായി. അദ്ദേഹം ദശോപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. വളരെയധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. യോഗവാസിഷ്ഠത്തിന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പഞ്ചദശിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ആധ്യാത്മിക മേഖലയിലേക്ക് ഉയരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞാൽ അതൊരു നിധിയാണ്. നിധി പോലെ സൂക്ഷിക്കണം ആ പുസ്തകം. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ നിലയിലേക്ക് ഉയരാൻ സാധിക്കും. ചപ്പുചവറ് പുസ്തകങ്ങൾ വാങ്ങിക്കാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലെ താനിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം അവിടെ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ഇതിൽ നമ്മെ ബോധിപ്പിക്കുന്നു. തോയാശ്രയേഷു സർവേഷു ആനുരേകോ അപി അനേകവത് ഏകോ അപ്യാത്മാ തഥാ. അതുപോലെ ആത്മാവും, ഏകമായിരിക്കുന്ന ആ ആത്മാവും ഭാവി സർവ ക്ഷേത്രേഷു അനേകവത് ആദി പ്രകാശിക്കുന്നു. സർവക്ഷേത്രേഷു, സർവക്ഷേത്രങ്ങളിലും. ഭഗവത്ഗീതയിൽ ഈ ശരീരത്തെ ക്ഷേത്രമായിട്ടാണ് കൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഈ ശരീരത്തെ ക്ഷേത്രമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഓരോ ശരീരവും ക്ഷേത്രം. അത് ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും മുസൽമാൻ്റെ ആയാലും ആ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ക്ഷേത്രം. അതാണ് തൻ്റെ യഥാർത്ഥത്തിൽ. സർവക്ഷേത്രേഷു അനേകവത്. സർവക്ഷേത്രേഷു എന്ന് പറയുമ്പോൾ എല്ലാ ശരീരങ്ങളിലും, അത് ഹിന്ദുവിൻ്റേതായാലും ശരി, ക്രിസ്ത്യാനിയുടേതായാലും ശരി, മുസൽമാൻ്റേതായാലും ശരി, പക്ഷിമൃഗാദികളുടേതായാലും ശരി, വൃക്ഷലതാദികളുടേതായാലും ശരി, എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം തൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഗീതയിലെ 6-ാമത്തെ മന്ത്രത്തിൽ, 6-ാമത്തെ അധ്യായത്തിൽ, അത് ധ്യാനയോഗമാണ്. അതിനകത്ത് പറയും, സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ. സർവഭൂതസ്ഥിതം യോ മാം, എന്നെ എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനായിട്ടല്ല കണക്കാക്കേണ്ടത്. പിന്നെയോ അഹമാത്മാ ഗുഡാകേശ
സർവഭൂതാശയസ്ഥിത എന്ന് ഞാൻ ആരാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മചൈതന്യം, നോട്ട് ശ്രീകൃഷ്ണൻ. അതുപോലെ നിങ്ങളും കുട്ടപ്പനോ ഗോമതിയോ വസന്തകുമാരിയോ ഒന്നുമല്ല, പിന്നെ ആത്മചൈതന്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങളും അതുപോലെ മനസ്സിലാക്കണം. അതുപോലെ പറയാൻ കെൽപ്പ് ആർജിക്കണം. എന്താ? അഹമാത്മ എന്ന് പറയാനുള്ള കെൽപ്പ് ആർജിക്കണം. എന്തുകൊണ്ട്? നിങ്ങൾ അതാണ്. സ്വയം തിരിച്ചറിയണം. അതേത് പ്രായത്തിലും നിങ്ങൾക്ക് തിരിച്ചറിയാം. അത് കുട്ടിക്കാലത്ത് ഈ അറിവിലേക്ക് ഉണരാൻ സാധിക്കുന്നവർ മുൻ ജന്മങ്ങളിൽ അനവധി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ആ പ്രായത്തിൽ, ഈ കൊച്ചു പ്രായത്തിൽ അവർക്ക് ഇത് കേൾക്കാൻ സാധിക്കുന്നത്, അവസരം കിട്ടുന്നത്. അവർ ആ നിലയിലേക്ക് എത്തിയവരാണ്. മുൻ ജന്മങ്ങളിൽ വാസനാബദ്ധമായിട്ട് അവരിവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന പ്രായമായ ആളുകളുണ്ട്. ഇനി എത്ര കാലമുണ്ട് സ്വാമി? എന്തിനാ? ഇപ്പോൾ ഈ നിമിഷം മതി, ഈ ഒരു നിമിഷം മതി. ഞാൻ ഈ നാരായണിയല്ല, ഞാൻ ഗോമതിയല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യമാണ് എന്ന് ശ്രവിച്ച് കേട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾക്കത് ആർജിക്കാൻ സാധിക്കും. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ ആ വസ്തു, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ കേൾക്കുന്നതിലൂടെ അതിൻ്റെ മർമ്മം ഗ്രഹിച്ച് ഞാൻ അതാണ് എന്ന് സ്വയം ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സദാ നിലനിർത്താനുള്ള ധൈര്യമുണ്ടെങ്കിൽ, ധീരന്മാർക്ക് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും ചുരുട്ടുകൂടി ചത്തുപോകാൻ വേണ്ടി ജീവിക്കരുത്. അതിനുള്ളതല്ല മനുഷ്യജന്മം. കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാണ്, എത്രയെത്ര ശരീരങ്ങളിൽ കടന്നു പോയതിന് ശേഷമാണ് ഈ മനുഷ്യ ശരീരത്തിൽ നമുക്ക് ജീവിക്കാനുള്ള സന്ദർഭം കിട്ടുന്നത്. പ്രിയമുള്ളവരെ, കൈവിട്ടു പോകരുത്. ഈ അവസരം പാഴാക്കി കളയരുത്. ഇനി ഒരു മനുഷ്യ ശരീരത്തിൽ ജീവിക്കണമെങ്കിൽ എത്ര ശരീരങ്ങളിൽ കൂടി കടന്നു പോകണം. എന്തിനാ കടന്നു പോകുന്നത്? ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. സ്വാമി, ഞാൻ ഈ ശരീരത്തിൽ വെച്ച് ഒരു ദുഷ്കർമ്മവും ചെയ്തിട്ടില്ലല്ലോ. തർക്കിക്കുന്നില്ല, ഒരു ദുഷ്കർമ്മവും ചെയ്തിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തനിക്കുണ്ടോ? ഇല്ല. ആ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ഇല്ല. അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എത്ര കോടി പ്രാവശ്യം നിങ്ങൾ മനുഷ്യ ശരീരങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ അത്രയും പ്രാവശ്യം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ഫലം നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെടും. അതിനനുസരിച്ചാണ് ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ അടുത്ത ശരീരത്തിലേക്ക് പോകാൻ കഴിയും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉടനെ തന്നെ അടിച്ചു വിടും. അടുത്തത് പട്ടിയാണോ, പൂച്ചയാണോ, മാക്രിയാണോ, എലിയാണോ, അല്ലെ ആനയാണോ, ആനകളൊക്കെ കണ്ടിട്ട് ഒരാന കാട്ടിക്കൂടെ നടക്കുമ്പോൾ തുമ്പിക്കൈയില്ല. ഏതോ ഭക്ഷണം വെച്ചിരിക്കുന്ന പടക്കത്തിൻ്റെ നിന്ന് കടിച്ച് അത് പൊട്ടി തെറിച്ച് തുമ്പിക്കൈ തെറിച്ചു പോയി, അറ്റുപോയി. തുമ്പിക്കൈ ഇല്ലാതെ ആന എങ്ങനെ ജീവിക്കും? ആരെങ്കിലും ഏതെങ്കിലും കൂടെയുള്ള ആനകൾ എന്തെങ്കിലും വായിൽ വെച്ചു കൊടുത്താലല്ലേ കഴിക്കാൻ നോക്കൂ. ഇതിന് തുമ്പിക്കൈ ഇല്ലാതെ എങ്ങനെ എടുക്കാൻ നോക്കും? ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം. നമ്മൾ പത്രത്തിൽ വായിക്കില്ല, അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, സഹോദരങ്ങളെ കൊന്നു, വെട്ടിക്കൊന്നു. പത്രങ്ങളിൽ വായിക്കുന്നില്ലേ? അതിനുള്ള പരിശീലനം നടത്തുന്ന കണ്ടിട്ടില്ല? ഭയങ്കരമായ വാളുമായിട്ട്
വളർന്നു നിൽക്കുന്ന വാഴയെ ഒരൊറ്റ ഓട്ടത്തിൽ അരിഞ്ഞു കൊണ്ടുപോകുന്നു. ഒരൊറ്റ ഓട്ടത്തിൽ 10-25 വാഴകളെ വെട്ടിയിടുന്നു. എന്താ പരിശീലനം? മനുഷ്യരെ വെട്ടാൻ. ഇതാണ് നടക്കുന്നത്, മനുഷ്യ ജന്മം എടുത്തു കഴിഞ്ഞിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഓരോ ശരീരങ്ങളിലും ജനിച്ചും മരിച്ചും വരുന്ന അവസരത്തിലാണ് ഇതുപോലെ തുമ്പിക്കൈയില്ലാതെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഒരു പട്ടി ഇങ്ങനെ മുൻകാലുകൾ മാത്രമുണ്ട്, ബാക്കി പുറകിലുള്ള 2 കാലുകളും വണ്ടി കയറിയതാണെന്ന് തോന്നുന്നതൊക്കെ നിലത്ത് കിടക്കുകയാണ്. ഇഴഞ്ഞ് നടക്കും, ഇഴഞ്ഞു പോകും. മുൻകാലുകൾ മാത്രമുണ്ട്, 2 കാലുകൾ വെച്ച് ശരീരം തറയിൽ കൂടെ ഇഴച്ചഴച്ച് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഓർത്തുപോയത് ഇതാണ്, മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മഫലം മനുഷ്യേതര ശരീരങ്ങളിൽ ജീവിക്കുന്ന അവസരങ്ങളിൽ പോലും അനുഭവിക്കേണ്ടി വരുന്നു. പട്ടിയായിട്ട് ജനിച്ചപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു, ആനയായിട്ട് ജനിച്ചപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുഷ്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഓർത്തുകൊള്ളൂ, ചെയ്യരുത്. ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം 10 ഇരട്ടി തൂക്കത്തിൽ നിങ്ങളിലേക്ക് തന്നെ വരും. ചെയ്യാതെ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചാൽ പോലും നിങ്ങൾ ചെയ്തവനായിട്ട് തന്നെ കണക്കാക്കപ്പെടും. ഒരുത്തനെ കൊല്ലണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, പക്ഷേ കൊല്ലാനുള്ള ധൈര്യമില്ല. പക്ഷേ ആ വിചാരത്തിൻ്റെ ഫലമായിട്ട് ആ കൊന്നവൻ്റെ ഗണത്തിൽ തന്നെ നിങ്ങൾ ചേർക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് വിചാരം പോലും പാടില്ല, ദുർവിചാരം പോലും പാടില്ല. ഏതെങ്കിലും തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഇവിടെ തന്നെ ഞാൻ ആരാ എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് വിതരണം ചെയ്യും. ഒരാളിനങ്ങനെ തോന്നിയതുകൊണ്ട് അത് സൽക്കർമ്മം. അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ നിശബ്ദമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ചെയ്യുന്നു, അതിൻ്റെ എല്ലാം ഫലം 10 ഇരട്ടി തൂക്കത്തിൽ നമ്മിലേക്ക് തന്നെ വരും. എല്ലാം, അത് സൽക്കർമ്മമായാലും ശരി ദുഷ്കർമ്മമായാലും ശരി, നമ്മിലേക്ക് തന്നെ വരും. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ മറ്റവരെ ദ്രോഹിക്കത്തക്കവണ്ണമുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ എത്രമാത്രം സ്നേഹഭാവത്തോടുകൂടി സഹകരണ ഭാവത്തോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അത് ഏറ്റവും നല്ലതാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കും. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ദുർവിചാരത്തോടുകൂടി അന്യർക്ക് ഹാനി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചിന്തകൾ ആരെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളഞ്ഞേക്കൂ. നിങ്ങളോടൊപ്പം നിങ്ങളുടെ മക്കൾക്കും ഈ ഉപദേശം കൊടുക്കുക. നിങ്ങളെ ചുറ്റി ജീവിക്കുന്ന ആളുകൾക്കും ഈ ഉപദേശം കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കുക. നിങ്ങളോടൊപ്പമുള്ള എല്ലാവർക്കും ഈ ഉപദേശം കൊടുക്കുക. എന്താ, നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ അറിയുന്ന ഈ കാര്യം അറിവാണ്. എന്തിനുള്ള അറിവ്? ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടുന്നതിനുള്ള അറിവ്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയരുന്നതിനുള്ള അറിവ്. മരണമില്ലാത്ത അവസ്ഥ തന്നിലെ താനായിട്ട് മാറിയാൽ മരണമില്ല. തന്നിലെ താനായിട്ട് നിങ്ങളെ ഉയർത്തണം. ആരുടെയും അനുവാദം വേണ്ട, ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് കുടുംബത്തിൽ ഭാര്യ, മക്കൾ, കുടുംബം എല്ലാമായിട്ടും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ കൂടി മാർഗത്തിലേക്ക് ഉയർത്താൻ ഉള്ള മനോഭാവം അവർക്കുണ്ടെങ്കിൽ ഉയർത്തുക. അങ്ങനെ ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയരുന്നതിന് അത് കൂടുതൽ
മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അവരെ കൂടെ ഈ അറിവിലേക്ക് ഉയർത്താനുള്ള ഒരു സന്ദർഭം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചാൽ അത് നിങ്ങളുടെ ഉയർച്ചയ്ക്കും കാരണമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത, സർവഭൂതസ്ഥിതം യോ മാം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന എന്നെ ഏതൊരാളാണോ ഏകത്വമാസ്ഥിത, ഏകമായ ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സർവേശ്വര ചൈതന്യം ആണ് എന്ന ഭാവത്തിൽ എന്നെ വിചാരം ചെയ്യുന്നത്, ആരാധിക്കുന്നത്, അവർക്ക് സർവദാ വർത്തമാനോ അഭി സയോഗി മൈ വർത്തതേ. സർവദാ വർത്തമാനോ അഭി, സർവകാര്യങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും അവൻ എന്നിൽ തന്നെയാണ്. നിങ്ങൾ ഏത് കർമ്മത്തിലും വ്യാപരിച്ചുകൊള്ളൂ, ഒന്നിൽ നിന്നും ഒഴിയണ്ട. പക്ഷേ ആ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാവമുണ്ടായിരിക്കണം, ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവല്ല ഞാൻ, ഈ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്ന ഭോക്താവുമല്ല ഞാൻ. ഈ കർത്താവിനെയും ഭോക്താവിനെയും കണ്ടുകൊണ്ട് അവയ്ക്ക് പിന്നിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. ഐ ആം ദാറ്റ്. അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഭാവം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ശിവോ ശിവോ ശിവോ, ആ മന്ത്രം സദാ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങണം. ഏതുപോലെ രാമതീർത്ഥരുടെ ഉള്ളിൽ ഏത് പ്രകാരമാണോ രാമമന്ത്രം സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹം കിടക്കുന്ന അവസരത്തിലും ഈ ശീലം അദ്ദേഹം ആക്കിയതുകൊണ്ട് അത് അജപ മന്ത്രം പോലെ ആ ശരീരത്തിൽ നിന്നും സദാ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ പോലും ആ മനസ്സ് ആ മന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പൂരൻ സിംഗ് മുറിക്കകത്തേക്ക് കടന്നു വന്നപ്പോൾ രാമമന്ത്ര ജപം കേൾക്കുന്നു. എവിടെയാണെന്ന് അദ്ദേഹം നാലുപാടും നോക്കി. മുറിയിൽ രാമതീർത്ഥരെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അകത്തെ മുറിയിലേക്ക് നോക്കി, ചുറ്റുമുള്ള മുറികളിലൊക്കെ നോക്കി, ആരുമില്ല. അപ്പോഴും രാമമന്ത്രം മുഴങ്ങുന്നു. ആ രാമതീർത്ഥരുടെ ഉറങ്ങിക്കിടക്കുന്ന രാമതീർത്ഥരുടെ സമീപത്തേക്ക് വരുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തി കൂടുന്നത് പോലെ, ശബ്ദം കൂടുന്നത് പോലെ പൂരൻ സിംഗിന് തോന്നി. അടുത്ത് വന്ന് നോക്കിയപ്പോൾ ആ ശരീരത്തിൽ നിന്നാണ് ആ മന്ത്രം മുഴങ്ങുന്നത്. വാ കൊണ്ട് സംസാരിക്കുകയല്ല, ശരീരത്തിൽ നിന്ന് ആ മന്ത്രം മുഴങ്ങുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സ് ജപിച്ചു കൊണ്ടിരിക്കുന്നു, ശീലമാക്കി കളഞ്ഞു, സദാ ശീലമാക്കി കളഞ്ഞു രാമതീർത്ഥൻ. ആ ശരീരം അദ്ദേഹം ഗംഗോത്രിയിൽ വെച്ച് കളയുകയായിരുന്നു, ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത് ആത്മഹത്യ ചെയ്യുകയല്ല, ശരീരത്തെ ഉപേക്ഷിക്കുകയായിരുന്നു ഗംഗോത്രി രാമതീർത്ഥൻ. അവിടെ താഴോട്ട് അതിഭയങ്കരമായ വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന ഒരു സ്ഥലം, വെള്ളം പതിക്കുന്ന ഒരു സ്ഥലം, അതിലേക്ക് വീണാൽ പെട്ടെന്ന് വരിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ശരീരത്തിൽ സദാ ശിവോ ശിവോ ശിവോ, അല്ലെങ്കിൽ സോഹം സോഹം സോഹം. എന്താ സോഹം? സോഹം എന്ന് പറഞ്ഞാൽ സഹ അഹം, അത് ഞാനാണ്, അല്ലെങ്കിൽ അവൻ ഞാനാണ്. ഏതൊരു സാക്ഷി ചൈതന്യമാണോ ഈ ശരീരത്തിൽ സദാ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അവൻ, ആ സാക്ഷി ചൈതന്യം, ആ സർവേശ്വര ചൈതന്യം, ആ സർവേശ്വരൻ, അത് ഞാൻ തന്നെയാണ്. ഐ ആം ദാറ്റ്. ആ തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തി അതിൽ പ്രതിഷ്ഠിക്കണം. നിങ്ങളുടെ പ്രജ്ഞയെ അതിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചാൽ, നിങ്ങൾ സ്ഥിരം പ്രജ്ഞ ആവുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രജ്ഞ അതിൽ സ്ഥിതി നേടുകയാണെങ്കിൽ, സ്ഥിതപ്രജ്ഞത്വം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾക്ക് വ്യാപരിക്കാം. പക്ഷേ ശ്രദ്ധ അതിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതിരുന്നാൽ
ഈ ശരീരത്തിൽ നിന്ന് പിരിയേണ്ടി വരുന്ന അവസരത്തിൽ ശരീരം കൊഴിഞ്ഞു പോകും. പക്ഷേ ശരീരം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. ഇത് കേട്ടത് കൊണ്ടായില്ല. നിങ്ങൾ യോജിപ്പിച്ചിരിക്കണമെങ്കിൽ സദാ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ സ്വാമി വേറെ 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 എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചോളൂ. പാത്രം തേക്കുമ്പോഴും ശിവോഹം 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 എന്ന് ഉള്ളിൽ ജപിച്ചൂടെ? എവിടെങ്കിലും സിനിമയ്ക്ക് പോകുന്ന അവസരത്തിൽ, നടന്നു പോകുന്ന അവസരത്തിൽ ശിവോഹം ശിവോഹം, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ശിവോഹം ശിവോഹം, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സിനിമ കണ്ടാൽ ആ സിനിമ കാണണമെന്നുള്ള ആഗ്രഹം താനേ കുറയും. പിന്നെ പോകാതാകും. പിന്നെയൊന്നും വേണ്ട. ആ മന്ത്രം തന്നെ സദാ ജപിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആ സിനിമയൊന്നും ഒഴിവാക്കണ്ട, പൊയ്ക്കോളൂ. ആ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ശിവോഹം ശിവോഹം എന്ന് ചൊല്ലുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സിനിമ കാണൽ അന്ന് കുറയും. വേണ്ട. അങ്ങനെ എല്ലാത്തിൽ നിന്നും നിങ്ങൾ മാറും. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഇഴജന്തുവായിട്ട് കഴിയേണ്ടി വരും. ഈ ഭൂമിയിൽ കിടന്ന് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ജീവിക്കണം. സമയം തീരുമ്പോൾ ഈ ശരീരം കൊഴിഞ്ഞു പോകും. ആ സമയത്ത് ഈ യോഗം നടന്നിട്ടില്ല എങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ശരീരത്തിലേക്ക് പിരിയേണ്ടി വരും. അതാണ് പുനർജന്മം. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, വാസാം സിദ്ധീർണാനിയഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപര. ഈ ശരീരം നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ മാറ്റുന്നത് പോലെ, മറ്റൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ ഈ ശരീരത്തെ കളഞ്ഞിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കും. പുനർജന്മത്തിലേക്ക് പോകും. ആ പുനർജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ അതിന് സാധിക്കൂ. ആ മനുഷ്യ ശരീരം ഇപ്പോൾ നിങ്ങൾക്ക് സ്വായത്തമായിട്ടുണ്ട്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് നേടാനായിട്ടുള്ള ഒരേ ഒരു കാര്യം തൻ്റെ യഥാർത്ഥ സ്വരൂപവുമായിട്ട് തൻ്റെ പ്രജ്ഞയെ യോജിപ്പിക്കുക. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ആ ഞാൻ എന്തെല്ലാം വിശേഷണങ്ങളാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, നായർ, ഈഴവൻ, നാടാർ, എന്തെല്ലാം വിശേഷണങ്ങൾ. ഇതൊക്കെ ചുമ്മാ ഉള്ളതേ അല്ല. ഉള്ളതായിട്ടുള്ളത് നാമരൂപരഹിതമായ തന്നിലെ ആ സാക്ഷി ചൈതന്യം. അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ്, ആ ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് സത്സംഗം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ നിശ്ചലതത്വം ഏതാണ്? തന്നിലെ താൻ നിശ്ചലതത്വം. സർവ ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആ നിശ്ചലതത്വം ഇനി വ്യാപിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിശ്ചലം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യം ഇനി വ്യാപിക്കാൻ മറ്റൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് നിശ്ചലം. നമ്മുടെ ഉള്ളിലും നിശ്ചലമായിട്ട് നിൽക്കും. നാം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചലിക്കുന്നില്ല. നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നിലെ താൻ ഓടുന്നില്ല. അതെങ്ങനെ സ്വാമി? തന്നിലെ ഞാനിൽ, ഈ ശരീരത്തിൽ തന്നെയല്ലേ ഞാനും താനും ഉള്ളത്? ഞാനും താനും ഈ ശരീരത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഞാൻ ഓടുമ്പോൾ താൻ ഓടുന്നില്ല. എന്തുകൊണ്ട് താൻ ഓടുന്നില്ല? താൻ സർവ ശരീരങ്ങളിലും വ്യാപിച്ച് ഇനി വ്യാപിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിശ്ചലമായിരിക്കുന്ന നിശ്ചല ചൈതന്യം അതുകൊണ്ടാണ് അത് ഓടാത്തത്. ഞാൻ ഓടുമ്പോൾ തന്നിലെ താൻ ഓടുന്നില്ല. വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. ഏതൊരാളിന് അതിനെ കാണാൻ സാധിക്കുന്നുവോ, അതിനെ കാണാതെ കാണാൻ സാധിക്കുന്നുവോ, അവൻ മാത്രമേ കാണൂ. ഇല്ലാത്തവനെല്ലാം
ആ വെളിച്ചം കാണാൻ കഴിയാത്ത കുരുടനെ പോലെ. ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് വൈദ്യുതിയെ കാണാതെ കാണാൻ സാധിക്കും. ട്യൂബ് കത്തുമ്പോൾ നമുക്ക് വൈദ്യുതിയെ കാണാതെ കാണാൻ സാധിക്കും. വൈദ്യുതി ഉണ്ട്, പക്ഷെ വൈദ്യുതിയെ കാണാനൊക്കില്ല. അതുപോലെ തന്നിലെ തന്നെ ഓരോരുത്തരും സദാസമയവും അതിനെക്കുറിച്ച് ബോധവാനായി ആദ്യം ബോധവാനാകണം. ആദ്യം ജ്ഞാനം. ആ ജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ സത്സംഗത്തിന് പോകുന്നത്, അല്ലെങ്കിൽ സ്വാധ്യായം ചെയ്യുന്നത്. സത്സംഗത്തിലൂടെ ഒരു ഗുരു ജീവിതകാലം മുഴുവൻ കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾ ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് പകർന്നു തരും. നിങ്ങൾ യോഗ്യരാണെങ്കിൽ, നിങ്ങൾ തീ പിടിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, നിങ്ങൾ പെട്രോളിൻ്റെ സ്വഭാവമുള്ളവരാണെങ്കിൽ, ഒരു സ്ഫുലിംഗം കിട്ടിയാൽ മതി, കത്തിപ്പിടിക്കും. നനഞ്ഞ തുണിയിൽ മണ്ണെണ്ണ മുക്കിയാണ് വച്ചിരിക്കുന്നത് എങ്കിൽ സ്ഫുലിംഗം വീണ സ്ഫുലിംഗം അണഞ്ഞു പോകും, കിട്ടുപോകും. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചാണ് അത് ഉൾക്കൊള്ളപ്പെടുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജന്മാന്തര വാസനകൾക്കനുസരിച്ചുള്ള വളർച്ചയാണ് നിങ്ങളിലുള്ളത്. ഞാൻ ഭൂമിക്കടിയിൽ ജലമുള്ളതുപോലെ, ഭൂമിക്കടിയിൽ നമ്മൾ കിണർ കുഴിച്ചാൽ ചില സ്ഥലത്ത് 10 അടി കുഴിച്ചാൽ വെള്ളം കിട്ടും, ചില സ്ഥലത്ത് 25 അടി കുഴിച്ചാലേ വെള്ളം കിട്ടും, ചില സ്ഥലത്ത് 50 അടി കുഴിച്ചാലേ വെള്ളം കിട്ടും, ചില സ്ഥലത്ത് 100 അടി കുഴിച്ചാലേ വെള്ളം കിട്ടും. അതെല്ലാം ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ജലത്തിൻ്റെ പ്രവാഹത്തിനനുസരിച്ചാണ് ആ ജലം കിട്ടുന്നത്. അതുപോലെ ജന്മജന്മാന്തരങ്ങളിലൂടെ ഓരോരുത്തരിലും ആർജിത ജ്ഞാനം ഉണ്ട്. അതിനനുസരിച്ചാണ് ഇത് കേൾക്കുമ്പോഴുള്ള ബോധോദയം ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ശരിയാണ് സാർ, കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ അവർക്ക് ബോധ്യമാകും, ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും ഇതാണ് ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം. ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയും പറയുന്നത് ആ ചൈതന്യം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ഭാവയ ആത്മനി. തന്നിൽ തന്നെ അതിനെ ഭാവന ചെയ്യുക. എങ്ങനെ ഭാവന ചെയ്യണം? ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഭാവന ചെയ്യണം. ഭാവന ചെയ്ത് അതിനെ നിങ്ങൾ കാണാതെ കാണണം, നിങ്ങളിൽ കാണാതെ കാണണം. കണ്ട് കണ്ട് സദാ അതിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഉറപ്പിച്ച് ബലപ്പെടുത്തണം. അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. യോ ശ്രദ്ധ അവൻ അത് തന്നെ ആയിരിക്കും. ഇറങ്ങും പോകേണ്ട കാര്യമില്ല. ഈ കേൾക്കുന്ന കാര്യം മാത്രം മതി. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല. ഈ കേൾക്കുന്ന അറിവിനപ്പുറം ഒരറിവും ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്താ? ഇതിനപ്പുറം മറ്റൊരറിവില്ല. ആ പരമമായ അറിവാണ് ഈ തത്വമസി. അല്ലേ? തത്വമസി ആത്മവേദി. അത് തന്നെയാണ് അധ്യാത്മവേദി. തത്വമസി ആത്മവിദ്യാവേദിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ കേൾക്കുന്ന അറിവ് നിങ്ങളിൽ തന്നെ ബലപ്പെടുത്തണം, ഉറപ്പിക്കണം. നിങ്ങളിൽ അത് സ്വായത്തമാക്കണം. എങ്ങനെ സ്വായത്തമാക്കണം? അറിവിലൂടെ. ഞാൻ ഈ കുട്ടപ്പനല്ല, ഈ നായരല്ല, ഈ ഈഴവനല്ല, ഈ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. എങ്ങനെയുള്ള സാക്ഷി ചൈതന്യം? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉണർവോടുകൂടി ഉറക്കമില്ലാതെ എന്നിൽ ഇരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ആ
അതെന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും സാക്ഷിഭാവത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അത് നിങ്ങൾക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കൂടി മാത്രമേ സാധ്യമാകൂ. വേറൊരു തരത്തിലും സാധ്യമാവുകയില്ല, നിങ്ങളിൽ കൂടി മാത്രം. ഈ അറിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ നിങ്ങളിൽ കൂടി പിടികൂടണം. യെസ്, ഐ എം ദാറ്റ്. സദാ, അതാണ് ആ മന്ത്രം സദാ ചൊല്ലണമെന്ന്. ഐ എം ദാറ്റ്. സോഹം ശിവോഹം ശിവോഹം ശിവോഹം. ആ ശിവം ഞാനാണ്. ആ ശിവം, ആ സാക്ഷി ചൈതന്യം ശിവം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞു ആ ഭാവത്തിൽ ഏതൊരാളാണോ സദാ വർത്തിക്കുന്നത്, അതാണ് പറയുന്നത് സർവദാ വർത്തമാനോ അഭി സയോഗി മയി വർത്തതേ. ആ യോഗി, ആ യോഗ നിലയിൽ വർത്തിക്കുന്നവൻ സർവദാ വർത്തമാനോ അഭി, സർവകാര്യങ്ങളിലും പ്രവർത്തന നിരതനായിരിക്കുകയാണെങ്കിലും അവനിൽ ഈ യോഗനില സ്വായത്തമായിട്ടുണ്ടെങ്കിൽ, ഏതാ യോഗനില? ആ ഭാവനില. ഏതാ ഭാവം? ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ഭാവം, എന്ന അറിവ് നില. ആരാണോ സദാ നിരന്തര വിചാരത്തിലൂടെ ഉറപ്പിച്ചു നിർത്തുന്നത്, അത് ഈട്ടിത്തടിയുടെ കറുപ്പ് വർദ്ധിക്കുന്നത് പോലെ നിരന്തരമായിട്ട് ഉറച്ചുറച്ചുറച്ചുറച്ച് ബലപ്പെടണം. ചെറിയ ഈട്ടിത്തടിയുടെ തൈ അല്ലെങ്കിൽ ചെറിയ വൃക്ഷത്തെ വെട്ടിയാൽ അതിൻ്റെ കാതലിന് കട്ടി ഉണ്ടായിരിക്കില്ല, മുറ്റും തോറും അതിൻ്റെ കട്ടി വർദ്ധിച്ചു. അതുപോലെ ഇനി എത്ര ദിവസം, എത്ര ജന്മമുണ്ട്, എത്ര കാലമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയില്ല. ഏത് നിമിഷവും വെടിതീരാം, ഏത് നിമിഷവും വെടിതീരാം. ഞാൻ ഈ 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നൊന്നും വിചാരിച്ച് സമയം കളയരുത്. കാരണം ഏത് നിമിഷവും 20 വയസ്സായിട്ടുള്ള ആളിന് വേണമെങ്കിൽ 2 വർഷം കൂടെ കാണൂ. അപ്പോൾ ഇപ്പോൾ തന്നെ എപ്പോഴാണോ ഈ അറിവ് കിട്ടുന്നത്, ആ അറിവ് അപ്പോൾ തന്നെ സ്വാംശീകരിക്കണം, തന്നിൽ അത് ചേർക്കണം, ചാലിച്ച് ചേർക്കണം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് ആകില്ല. ഈ വാതൽ എന്ന് പറയുന്നത് പുറത്തോട്ട് പോകാൻ മാത്രമുള്ളതല്ല. അതുപോലെയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പുറത്തോട്ട് മാത്രമാണ് യാത്ര ചെയ്യുന്നത്, ഉള്ളിലോട്ട് യാത്ര ചെയ്യുന്നില്ല. ഉള്ളിലോട്ട് തന്നിലെ താനിലേക്ക് തന്നെ യാത്ര ചെയ്യിക്കുന്നില്ല. തന്നിലെ താനിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഉദ്ധരേതാത്മനാത്മാനം, അവനവൻ തന്നെ അത് ചെയ്യണം. അത് ചെയ്യാത്തിടത്തോളം കാലം ആർക്കും രക്ഷയുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ സുവർണ അവസരം കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ മാർഗം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുകയാണ്. ഒരു ചെലവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒന്നും ഉപേക്ഷിക്കേണ്ട. ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. സ്വാമി, ഞാൻ എന്ത് ചെയ്താലും ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടേ ചെയ്യൂ, ഇത് ചോദിച്ചാൽ തരില്ല. ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് മോക്ഷത്തിലേക്ക് ഞാൻ നീങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അടിയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഒരുത്തൻ്റെയും അനുവാദത്തിന് വേണ്ടി കാത്തുന്നത് അപ്പനാപ്പന കാര്യം. തൻ്റെ ജീവൻ അവസാനിക്കുന്നതിന് മുൻപ് ഈ ശരീരത്തിൽ നിന്നൊരു പട്ടിയുടെ ശരീരത്തിലേക്ക് പോകാതെ, ഏതെങ്കിലും മൃഗരൂപത്തിലുള്ള ശരീരങ്ങളിലേക്ക് പോകാതെ, എന്തുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്? മുൻ ജന്മങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മഫലത്തിൽ നിന്നാണ് അടുത്ത പ്രാരബ്ധം അനുവദിക്കുന്നത്. ഇപ്പോൾ പ്രാരബ്ധം നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് ഇതുപോലെ അനുവദിച്ചതാണ്.
ജനനം മുതൽ മരണം വരെ ഉള്ളത് അനുവദിച്ചിരിക്കുന്നു, ചെക്ക് പാസ്സാക്കുന്നത് പോലെ. ഇനി അങ്ങനെ ഒരു ചെക്ക് പാസ്സാക്കാൻ ഇടയാകരുത്. ഈ ശരീരത്തിൽ വെച്ച് തന്നെ ഇനി ജന്മമില്ലാത്ത നില നിങ്ങൾ ആർജിക്കണം. ജന്മമില്ലാത്ത നില ആർജിക്കുന്നത് എങ്ങനെയാണ്? മരണമില്ലാത്ത നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുന്നതിലൂടെ. എങ്ങനെ? തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിക്കുക. അതിനുള്ള അവസരമാണിത്. ആ അവസരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.